എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ യാത്ര എങ്ങോട്ടാണ്? ഇന്ന് ഞങ്ങളുള്ളത് യു കെയിലെ ഈസ്റ്റ് മിഡ്ലാൻഡിലെ ഡെർബിഷെയർ കൗണ്ടിയിലുള്ള ചെസ്റ്റർഫീൽഡ് എന്ന് പറയുന്ന ടൗണിലാണുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ചെസ്റ്റർഫീൽഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ചെസ്റ്റർഫീൽഡിന്റെ മനോഹാരിതയിലേക്കും ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ആശാനെ, അപ്പൊ നമുക്ക് ആദ്യത്തെ യാത്ര നമുക്ക് എങ്ങോട്ടാ പോകണ്ടേ? നമുക്ക് ആദ്യ യാത്ര നമ്മൾ ചെസ്റ്റർഫീൽഡിലെ മാർക്കറ്റിലേക്ക് പോവാം. തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ചന്തയിൽ നിന്ന് തുടങ്ങാം. അതെ. ഹലോ, നമസ്കാരം. അപ്പോൾ ഞങ്ങള് ചെസ്റ്റർഫീൽഡിൽ ഞങ്ങൾ പറഞ്ഞ പോലെയുള്ള ടൗൺ സെന്ററിൽ എത്തിയിട്ടുണ്ട്. ടൗൺ സെന്ററിൽ തന്നെ മാർക്കറ്റ്, എന്റെ ഇടത് സൈഡിൽ കാണുന്നതാണ് മാർക്കറ്റ്. ഓക്കെ, മാർക്കറ്റിലേക്ക് നമുക്ക് പോവാം. അതിനു മുന്നേ നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു സ്ട്രീറ്റ് സിംഗറെ കണ്ടിട്ടുണ്ട്. അപ്പൊ പുള്ളി അടിപൊളിയായിട്ട് പാട്ട് പറയുന്നുണ്ട്. അപ്പൊ സ്ട്രീറ്റ് സിംഗറാണ്. അപ്പൊ നമുക്ക് ഇതുപോലുള്ള മാർക്കറ്റിലുള്ള ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള നമുക്ക് ഒരുപാട് കാലം കാണാം. പുള്ളി നല്ല എൻജോയ് ചെയ്താണ് പാട്ട് പാടുന്നത്. പുള്ളിയോട് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് പുള്ളി. Where are you from, mate? I'm from Zimbabwe. Are you from Zimbabwe? Okay. I'm living in Sheffield. Are you living in Sheffield? Yeah. Okay, yeah. Where are you from, my brother? I'm from India, man. India? Yeah. Lovely. Yes, I am. Yeah, thank you. You enjoyed India, isn't it? Yeah, man. Okay. അപ്പോ നമ്മൾ ഇനി അതെ പ്രോപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ കയറുവാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം, എന്റെ പുറകിൽ കാണുന്നതാണ് മാർക്കറ്റ്. കണ്ടോ, നമ്മുടെ നാട്ടിലെ മാർക്കറ്റ് പോലെ തന്നെയാണ്. എല്ലാ തരത്തിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. കണ്ടോ, പുള്ളിയോട് ചോദിക്കാം, വീഡിയോ എടുത്തോട്ട് ചോദിക്കാം പുള്ളിയോട്. Hello, sir. Morning, sir. How are you doing? Okay, sorry. So, I'm from India, sorry. We are on the YouTube, sorry, sir. Sorry to bother you. So, can we make some videos in here? Sorry? Can we make some videos in here? Thank you, sir. Thank you very much, sir. Oh, it's all over the world, though. Oh, yeah. Okay. Yeah. Please. Yeah. Okay. Yeah, that's great. So, where you get all this from? All this stuff from? Just got some like options or Okay. Oh yeah, go ahead. Yeah. How the transactions in here? we just Cash. a lot of them over there. Okay. Yeah. Wireless. All right. Yeah. Yeah. All over the world. How you get all this sense from? Are you you're traveling to all of the world? Okay. Oh, important. Yeah. അതായത് ഇത് ബ്രസീലിലുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം വരും. അതായത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരു സ്റ്റോൺസ് ആണ്. അതെ അല്ലേ? വിവിധ രാജ്യങ്ങൾ, ലോകത്തെ പല രാജ്യങ്ങൾ ഡയമണ്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടെന്നോ? ഡയമണ്ട്സ് അല്ല, ഇതൊരു പ്രഷ്യസ് സ്റ്റോൺസ് ആണ്. അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇതുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടോ? ഇതൊക്കെ കാണണ്ട. ഇത് 23 കിലോ ഉണ്ട്. ഇത് ബ്രസീലിനോട് എന്താ അതിന്റെ പേര്? What that means? What the name? Amethyst. Okay, it's a stones. Oh. Okay. Okay. നമ്മളിങ്ങനെ മാർക്കറ്റിന്റെ അകത്തൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ നോക്കി ഇങ്ങനെ ഓരോരോ ഇത് നമ്മുടെ നാട്ടിലെ മിഠായികളാണ് കേട്ടോ. നോക്കിയേ, പലതരം മിഠായികളുണ്ടല്ലേ? മിഠായി മാത്രമല്ല, മസാല, ഗരം മസാല,
എല്ലാ സംഭവം എല്ലാ മിക്സും പൊടിയും എല്ലാ സാധനവും നാട്ടിലെ പോലെ തന്നെയാണ് കേട്ടോ. അതെ 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 അതെ. ഇതെന്താണ്? ചക്കക്കുരുവാണോ? ചക്കക്കുരു അതല്ല ചക്കക്കുരു ആണോ അതെ What's this, man? Brazil nuts. What notes are it? Brazil nuts. Brazil nuts. Brazil. 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 It's from Usually Brazil. long. Okay. Yeah, It's they're from like the halves. jackfruit. Is it in curries? Yeah. Yeah. It's, some are whole, like Korean seeds. Yeah. Got some banana. അതായത് നമ്മുടെ നാട്ടിലെ എല്ലാ പൊടിയും ഇത് അരിയാണ്. അരി മുതൽ എല്ലാ ധാന്യങ്ങളും പൊടി, പരിപ്പ്, തോരൻ പരിപ്പ്, അങ്ങനെയുള്ള ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. ഇതൊന്നും ഞാൻ ഇതിന് മുന്നേ നമ്മൾ യു കെയിൽ കണ്ടിട്ടില്ല. അതായത് ഇങ്ങനത്തെ ഒരു ഷോപ്പ്, അതായത് നമുക്ക് സാധാരണ ഒരു മാർക്കറ്റിൽ വരുമ്പോൾ ഈ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ ആൾക്കാർ ഇതിന്റെ കച്ചവടം നടത്തുന്നത് അതുപോലെ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ എവിടെയായാലും നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ അവരോട് നമ്മുടെ അനുവാദം ചോദിക്കണം. അപ്പോൾ നമ്മൾ ഓരോ കടയിൽ എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമുക്ക് അവരോട് അനുവാദം ചോദിച്ചതിന് മാത്രമേ ഇത് ഫിലിം ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ കൺസെന്റ് തരുന്ന ആൾക്കാരുടെ നിന്ന് മാത്രമാണ് നമ്മളിത് ഫിലിം ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മാക്സിമം ആൾക്കാർക്ക് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. Okay. Oh yes. What's that thing, sorry? They're toasting fork. Oh, it's a toasting cord. It's a brass. The brass thing. Toast bread on it. Put Oh. bread onto it and toast it in front of the fire. Oh yeah, Gorio, yeah. So you stick a piece of bread on Oh the yeah, bread, Gorio, yeah. Okay. toast it in front So of where are all these steps from? Are you making all these things? Or No, are you these are all old. All these all over 100 years of age probably. Okay, yeah. Over. Yeah, it's like quite interesting. Yeah. I haven't seen it before in UK, like these kind of market. I mean, we have things like that, like rectangle sticks. They're English. They're Indian. They're made in Is it- Benares. Is it Indian? Yeah, they're made in a place called Benares. Benares. So what? And that type of work is called Benares work. Okay, yeah. So ഇത് നമ്മുടെ ഹലോ സോറി ഇത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സംഭവമാണ്. ബനാറസിൽ നിന്ന് മേടിച്ചതെന്നാണ് പറഞ്ഞ പുള്ളി. ഇത് എന്താണ് സംഭവം എന്ന് എനിക്ക് പിടികിട്ടിട്ടില്ല. പുള്ളിയോട് തന്നെ ചോദിക്കുന്നത് എന്താ സംഭവം. ബനാറസിൽ നിന്ന് കൊണ്ടുപോകുന്നതായിരിക്കും. ബനാറസിൽ നിന്ന് കൊണ്ടുവന്നതാ പുള്ളി. അവിടുത്തെ എന്തോ സംഭവമാണ്. അതെ, ചോദിക്കാം, പുള്ളിയോട് തന്നെ ചോദിക്കുക എന്താണ് സംഭവം. കമന്റ് ചെയ്യട്ടാ. ഒന്നും കൂടെ നന്നായിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതിനെക്കുറിച്ച് ഇതെന്തോ ഒരു പാചകത്തിന് ഉപയോഗിക്കുന്ന സാധനമായിരിക്കണം അല്ലേ. ഇതൊക്കെ ഈ പറയുന്ന കുക്കിങ്ങിന് അങ്ങനെയൊക്കെയുള്ള സാധനത്തിന് ഉപയോഗിക്കുന്നത്. പാചകത്തിന് ഉപയോഗിക്കുന്നതല്ല, എന്തോ ഒരു സംഭവമാണിത്. കിട്ടുന്നുണ്ട് അല്ലേ? ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക അല്ലേ? പിന്നെ ഇതത് മാർക്കറ്റാണ്. പ്രോപ്പർ നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലുള്ള പ്രോപ്പർ ചന്തയാണ്. എല്ലാ സാധനങ്ങളിലും നമ്മുടെ തനി നാടൻ ചന്ത തന്നെയാണ്. കാര്യം നമ്മൾ പോയിട്ടില്ല. അതായത് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കാണ് ഫ്രഷ് വെജിറ്റബിൾസ് വിൽക്കുന്ന സ്ഥലം. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. ഇത് കണ്ടോ, ഇതിനകത്ത് എല്ലാ സാധനങ്ങളും നമുക്ക് മേടിക്കാൻ പറ്റും. പക്ഷെ കണ്ടോ, അതാ പുള്ളി നേരത്തെ പറഞ്ഞത്. അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റത്തില്ല. ഡയമണ്ട്സ് എന്തൊക്കെ സാധനങ്ങളൊക്കെയാണ്. അത് ഭയങ്കര റുക്കാ. കാര്യം പുള്ളി ഇങ്ങനെ എന്തോ പറയാൻ വേണ്ടി നിപ്പുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ വിചാരിച്ചു പുള്ളി ചിലപ്പോ, അപ്പൊ പുള്ളിയോട് ചോദിച്ചോ പുള്ളി പറഞ്ഞത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അതും കാണിക്കാനായിരുന്നു. അയ്യോ, ഇവിടെ ഡയമണ്ട്സ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് പറയാണ്ടിരിക്കുന്നതല്ലത്. എന്താണ് സംഭവം പുള്ളി പറഞ്ഞതാ, നമ്മൾ കണ്ടില്ല. പുള്ളി പറഞ്ഞതാണ് പ്രഷ്യസ് സ്റ്റോൺസ് ആണ്, ഡയമണ്ട്സ് ആണ്. അത് ഇൻഷുറൻസിന്റെ എന്തോ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഓക്കെ, നല്ല മനുഷ്യനല്ലേ. ഇനി നമ്മൾ പോകുന്നത് ഫ്രഷ് വെജിറ്റബിൾസ്. അതായത് യു കെയിലെ കർഷകര് കൃഷി ചെയ്ത് അവരുടെ കൃഷിയിടത്തിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്ന് വിപണനം നടത്തുന്ന സ്ഥലമാണത്. ഇതുണ്ടോ, നമുക്ക് അവരോട് ചോദിക്കാം. Not alls. All, so yeah. So most of cities I haven't got a chance to see that. Probably that may be the reason. Yeah. Either these are the fruits from Sheffield as well. Yeah. Okay. Everything comes from Czech. These are the imported one. Or okay. Yeah. Most is. Okay. Hello, sir. So my name is Swaroop. So we are from India. So quite nice, interesting to see all this. It's all right to film in here. Yes, all right. So where you get all this stuff from, sir? There's a wholesale market. Oh, it's a wholesale market. Okay, yeah. What sort of things would you buy in a market in India? Oh yeah, yeah. I've seen a lot of market in India, but I can't got any chance to see it. What's it like? It's a big tomato, like it. It's a fleshy inside. Okay. So ഇതൊരു പ്രത്യേക ഫ്രൂട്ട് ആണ്. ഷാഡൻ ഫ്രൂട്ട് എന്നാണ് ഇതിന്റെ പേര്. Sorry? You were unlucky in the cricket. Unlucky, you know. No, to India to win. Yeah, but they play really, really well. But
I don't know really what happened. It's end of the day, it's a cricket, you know, sir. So, I really just, you know, the disappointed with the way that England has played. I expect a really good play. So, ഞാനും സ്വരൂപ് ഇപ്പോൾ ഉള്ളത് UK പച്ചക്കറി മാർക്കറ്റും ഫ്രൂട്ട്സ് മാർക്കറ്റിലുമാണ്. അപ്പോൾ കമാൺ നമുക്ക് ആ പച്ചക്കറി സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം. നാട്ടിലെ പച്ചക്കറിയൊക്കെ ഉണ്ട്. അപ്പം ഇതെന്താ സാധനം നമുക്ക് അറിയത്തില്ല. ഇത് എന്ത് സാധനം എന്നറിയത്തില്ല. ഇത് അതെ നോക്കട്ടെ. ഇതെന്താ സംഭവം അറിയില്ല. സ്പ്രൂട്ട് ഇതെന്താ നമ്മൾ കണ്ടിട്ടില്ലാത്ത സാധനമാണ്. ഇത് നമ്മൾ ഇവിടെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന സംഭവം തന്നെയാണ്. ഇത് നമ്മുടെ അക്കോട, അതായത് ബട്ടർ ഫ്രൂട്ട് ആണ്. ബാക്കി നമുക്ക് ഇവിടെ തക്കാളി, പിന്നെ കുഞ്ഞു തക്കാളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ മുളക്, ഇത് മുളക് സ്വീറ്റ് പെപ്പേഴ്സ് ആണ്. അപ്പം ഇതിന്റെ ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ തന്നെ മേടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മേടിക്കണമെങ്കിൽ തന്നെ നമുക്കിപ്പം ഇവിടെ വലിയ പൈസ ഒന്നും ഇല്ല കേട്ടോ. ഇതിപ്പോ തക്കാളിക്ക് ഏതാണ്ട് £1 മറ്റേ ക്യാപ്സിക്കം 1.5 പൗണ്ട് ഉള്ളൂ, 150 രൂപ. അല്ല, നിങ്ങൾ ഇതിൽ നോക്കണം. അതാണ് അത് 1.5 പൗണ്ടേ വരുന്നുള്ളൂ. അതുപോലെ ഇങ്ങനെ ഇത് വേറൊരു വെറൈറ്റി ആണ്. ഇത് മഷ്റൂം, കൂണ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതൊരു വേറൊരു ബെസ്റ്റ് ബീഫ് ടൊമാറ്റോ അല്ലേ? ടൊമാറ്റോ, അതെ ടൊമാറ്റോ ആണ് ഇത്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി സംഭവമുണ്ട്. ഇത് കണ്ട്, ഇത് വേറൊരു സംഭവമാണ്. അതുപോലെ ചെറി എന്നാ ഇതിന് പറയുന്ന പേര്. ചെറി, അതെ അതുകൊണ്ടായിരിക്കും ചെറിയെന്ന് കൊടുത്തല്ലേ. ചെറിയാന്ന് പറയുമ്പോ ഇതിന്റെ കൂടെ ഒരു യാ വന്നായിരുന്നെങ്കിൽ വന്നാലും ചെറിയാന്നായനെ. അപ്പൊ ഇങ്ങനെയുള്ള ഇത് കണ്ടോ, നമ്മൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ? ഫ്രഷാ. അതെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റ്. അപ്പൊ നമുക്കിനി അടുത്ത സെക്ഷനിൽ നമ്മൾ എങ്ങോട്ടാ പോണേ സ്വരൂപേ? അതെല്ലേ, ക്യാരറ്റ്. അതെ. നമ്മൾ ഊട്ടി പോയി കഴിഞ്ഞാൽ ഫ്രഷ് ക്യാരറ്റ് കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഞാൻ പിന്നെ കണ്ടത് അത് എത്ര ഇതായിട്ട് പൊട്ടറ്റോസ് ഉണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിൽ കാണാത്തൊരു സംഭവം. അതെ. അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ക്യാരറ്റ് ആണെങ്കിൽ നമ്മൾ ട്രെയിനിലൊക്കെ പോകുന്ന ബാംഗ്ലൂരൊക്കെ. അതെ. തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലും. അതെ. അങ്ങനെയാണ് ഫ്രഷ് കിട്ടുന്നത്. അതുമാതിരി നമ്മൾ എങ്ങനെയാ ഫ്രഷ് ആയിരിക്കുന്ന പോലെ തന്നെ അതുപോലെ ഏറ്റവും നല്ല. അതെ. കുറച്ച് കഴിയുമ്പോൾ അതായത് 1-2 മണിക്കൂർ കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് സോൾഡ് ഔട്ട്, എല്ലാം സോൾഡ് ഔട്ട്. കുഞ്ഞുങ്ങളെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വീണ് നമ്മൾ പൊട്ടാത്ത അത്ര നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ. അതെല്ലാം നല്ല ഗംഭീര പീസാണ്. അപ്പൊ നിങ്ങൾ ചെസ്റ്റർഫീൽഡിൽ വരികയാണെങ്കിൽ, ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ ഈ ചന്തയിൽ വരാം കേട്ടോ. ഈ ഏരിയയിലും അടുത്തുള്ള നമുക്ക് നഷ്ടമില്ല. ചെറിയ പൈസക്ക് നമുക്ക് എല്ലാ സാധനവും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇന്നിപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നമുക്കിത് കാണാം. അല്ല സ്വരൂപ, ഇത്ര നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. ഇതെല്ലാം ക്വാളിറ്റിയുള്ള സാധനമാണ്. എറിഞ്ഞാലൊന്നും പൊട്ടത്തില്ല. മാത്രമല്ല ഇതൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള സംഗതിയാണ്. പക്ഷെ ചെറിയ പൈസക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ ഈ മാർക്കറ്റിൽ നമുക്ക് സ്ഥിരം വന്ന് മേടിക്കുന്ന ഒരാളെ ചോദിക്കാം ഇതെങ്ങനെയാണ് അവര് ഇവിടെ വർക്ക് ചെയ്ത് ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്, അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം, ചോദിച്ചു നോക്കാം അല്ലേ? നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ. ഇതുണ്ട് പണ്ടത്തെ കപ്പലുകളൊക്കെ നോക്കിയേ, ബോട്ടുകള്. ഞാൻ പറയാണ് ചെസ്റ്റർഫീൽഡിൽ ഇവിടെ അടുത്തുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് മേടിക്കുക. ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരുവിധ ആൾക്കാർക്ക് അറിയാല്ലേ. ഇനി അത് മാത്രമല്ല, ചെസ്റ്റർഫീൽഡിൽ കൂടെ ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ ഇവിടെ ഈ മാർക്കറ്റ് എത്ര മണി വരെയുള്ള പൊതുവെ? മാർക്കറ്റ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് ഈ മാർക്കറ്റ്. നമുക്ക് എന്തായാലും നമ്മളൊന്ന് ലക്കിയാണ്. കാര്യം ഇന്നത്തെ ദിവസം തന്നെ നമുക്കത് കിട്ടി. വ്യാഴാഴ്ച ദിവസം മാത്രമാണ് ഇതുള്ളത്. ഏകദേശം എനിക്കൊന്ന് 1 മണിക്കൂറിനകത്ത് ക്ലോസ് ചെയ്യാം. ചെറിയ മഴ വരുന്നുണ്ട്. Yeah, sorry. How the market and things working here? Is every Thursday? Or? Every Thursday this one. Every Thursday. But there's other days it's on as well. Okay. I think it's on a Saturday as well. Oh yeah. So how long is it for here? Sorry? So how long is the market is here for? Say,
Is she permanent? Yes, it's permanent. Just Yeah. asking. So how? ഇതുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഈ ഉപഗ്രഹങ്ങളുടെയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ അതാന്ന് എനിക്ക് തോന്നുന്നു ഈ സംഭവങ്ങളൊക്കെ. Toys ആണ്. Thank you, sir. Thank you. നമ്മളിത് അദ്ദേഹം എന്നാ പറഞ്ഞ അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇത് ഈ ഒരു മാർക്കറ്റിന് ഏകദേശം 100 വർഷത്തിൽ പരം പഴക്കമുള്ള ഒരു മാർക്കറ്റാണ്. പുള്ളിയുടെ ഓർമ്മ വെച്ച കാലം മുതലേ ഈ ഒരു മാർക്കറ്റ് ഇവിടെ ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്. ഏകദേശം ഒരു 100 വർഷത്തിന് മേലെ ട്രഡീഷൻ ഉള്ള ഒരു മാർക്കറ്റാണ്. ഇതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി ബുക്സ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഈ ബുക്സ് ഒക്കെ മേടിക്കുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു പുള്ളി റിയലി ഹാപ്പിയാണ്. ബുക്സ് മേടിക്കുന്ന ആൾക്കാരുണ്ട്, തീർച്ചയായും ഇപ്പോഴും മേടിക്കുന്നുണ്ട്. ഇത്തരം പുസ്തകങ്ങൾ ഇപ്പോഴും മേടിക്കുന്നുണ്ട്. എനിക്ക് UK വന്നിട്ട് ഒരു അത്ഭുതം തോന്നി. ഇപ്പോഴും ആൾക്കാർ വായിക്കും. നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ മൊബൈൽ അവര് ബുക്ക് വായിക്കുന്നുണ്ട്. അപ്പൊ മാത്രമല്ല അത് അവരുടെ ഒരു ട്രഡീഷൻ, ഐ മീൻ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗമാണ്. പിന്നെ എല്ലാരും എന്താണ് കണ്ടോ, ഇപ്പൊ തന്നെ നമുക്ക് ഇവിടുത്തെ തിരക്ക് മനസ്സിലാവും. സാധാരണ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ചെല്ലുന്നതിനേക്കാളും തിരക്ക് ഇപ്പൊ ഇവിടെ ഉണ്ട് ഈ സമയത്ത്. അപ്പൊ അവര് ആ ഒരു ട്രഡീഷൻ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇവിടെ ചെസ്റ്റർഫീൽഡിലുള്ള വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്ത ഈ മാർക്കറ്റിന്റെ തൊട്ട് അടുത്തൊരു ഇതുണ്ട്, നമുക്ക് അവിടെ നമുക്ക് പോവാം. ഓക്കെ, താങ്ക് യു. സെക്കൻഡ് അല്ല, ഇതിന്റെ ഈ സൈഡിലേക്കാണ് ഇത് ഓപ്പൺ പാത്തല്ലേ, അതായത് ഇപ്പോൾ ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള, നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഇട്ടിട്ട് അവര് കുറച്ച് ഇങ്ങോട്ടേക്ക് ഈ ഒരു സെക്ഷൻ. ഇവിടെയും ഇതുപോലെ തന്നെയാണ് കുട്ടികളുടെ ടോയ്സും പിന്നെ ഡ്രസ്സസ്, പിന്നെ ചെരുപ്പിന്റെ, അതായത് നമ്മുടെ ഷൂസ് ആൻഡ് ഒരു ഇതുണ്ട്. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഷൂട്ട് ചെയ്തില്ല. ഇത് ഇവിടുത്തെ ചെരുപ്പുകളോ കേട്ടോ, നോക്കി ഷൂ, ഗംഭീര ഷൂ ആണ്. ഇത് ഉപയോഗിക്കാത്ത കേട്ടോ, അതൊക്കെ ചെറിയ പൈസക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഒരുപാടൊന്നും ഇങ്ങനെ സംസാരിക്കാണ്. പുതിയ ഷൂ ആണോ അല്ലേ? യൂസ്ഡ് ആണോ? അതായത് പുതിയതും ഉണ്ട്, അതുപോലെ തന്നെ അടിപൊളി നല്ല ഷൂകളുണ്ട് കേട്ടോ. ഷൂ ഇത് നോക്കി, ഇത് കമ്പനി ഷൂ ആണ്. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ 90% ഇവിടെയുള്ള ഇതും പുതിയതാണ്. പിന്നെ പുതിയതും അതുപോലെ തന്നെ യൂസ്ഡ് ഐറ്റംസും സെപ്പറേറ്റ് ആയിട്ട് ആണ് വെക്കുന്നത്. വളരെ ചീപ്പായിട്ട് നമുക്ക് മേടിക്കുന്നത്. എനിക്കൊന്ന് യുകെയുടെ മെയിൻ ഈ പറഞ്ഞ ഷോപ്പിംഗ് മാർക്കറ്റ്സിലൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു 50-60 പൗണ്ട് വരുന്നത് ഇവിടെ 10-15 പൗണ്ട് നമുക്ക് കിട്ടും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടം വരെയാണ് ഇത് നമ്മുടെ ചെടിയുടെ ചെടി പൂക്കൾ മാത്രമാണ്. അതായത് ഒറിജിനലാണ്, പ്ലാസ്റ്റിക് ആണ് ഒറിജിനൽ അല്ലേ? ആ, ഒറിജിനൽ തന്നെയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താ പൊന്നോ പൊളിച്ചു. ഇതെന്താ സാധനം? ഇതെന്താണെന്ന് ചോദിക്കരുത്. ഇത് ഉള്ളിയുടെ ഓരോന്നിനും 2 പൗണ്ട് ഓഫർ വെച്ചിട്ടുണ്ട്. 5 പൗണ്ടിന് 6 പൗണ്ട്. നമ്മുടെ നാട്ടിൽ ഉള്ളിയില്ലേ, ഉള്ളിയുടെ അല്ലേ? ഇതെന്താണെന്നറിയോ, നമ്മുടെ ഡോറിൽ വെക്കത്തില്ലേ, നമ്മുടെ ഡോറിൽ വെക്കുന്ന സാധനമായി. ഇത് നാച്ചുറൽ ആയിട്ടോ, നാച്ചുറൽ ആയിട്ടുള്ള ഇതാണ് തോന്നുന്നു. അപ്പൊ ഇത് ഡോറിൽ വെക്കാം. സാധാരണ ഇതിന്റെ പ്ലാസ്റ്റിക് ഇതായിട്ടോ, ഇത് മേടിച്ചാൽ നമ്മൾ ഡോറിൽ വെക്കാം. ഇത് കഴിഞ്ഞിട്ട് ഉണങ്ങി തോന്നുന്നു, ഉണങ്ങി പോകുന്നു. ഇത് നാച്ചുറൽ ആണ്, നാച്ചുറൽ ആണ്. ഇത് ഉണങ്ങി പോകാൻ ഈ സീസൺ കഴിയുമ്പോൾ ഉണങ്ങി പോകാൻ. കണ്ടോ, മനോഹരമായ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് ഇതുണ്ട്. മാർക്കറ്റ് ഇതിന് ഉള്ളിലെ അവസ്ഥയാണ്. അപ്പം നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഒന്ന് കറങ്ങി അല്ലേ? അതെ. അപ്പൊ നമ്മുടെ ചെസ്റ്റർഫീൽഡിലെ നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ പുറത്തു വന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അർജുൻ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതെ, നമ്മുടെ അർജുനാണ് കൂടെ ഉണ്ടായിരുന്നു. So for today, UK buddy signing off. Thank you all.